ചോറ് റെഡി ആയിരുന്നു. അത് നോക്കിയാ ശരിക്ക് തിന്നിട്ട് വായിലെത്തിയിട്ട് അഭിപ്രായം പറയടി. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട്, കുക്കറൊന്നും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് 1 പോട്ട് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും പാത്രം എടുത്താലും മതി. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, പിന്നെ അതിനകത്തേക്ക് ഗീയും ഓയിലും രണ്ടും മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള സ്പൈസസും ചേർത്ത്, പിന്നെ അതിനകത്തേക്ക് ഉള്ളി ചേർക്കുക. ഉള്ളി ചേർത്ത് നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കഴിച്ചൊരു വെജിറ്റബിൾ ബിരിയാണി, അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചിലത് അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് മറക്കൂലല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചത്. ഇതെന്ന് വെച്ചാല് നമ്മളെ വീട്ടില് സാധനങ്ങളൊന്നും അധികം ഇല്ലാത്ത സമയത്തെല്ലാം നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ, അതായത് എന്തെങ്കിലും സ്പെഷ്യൽ തിന്നണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതേ ഇല്ലു. തക്കാളി നല്ലപോലെ കുക്ക് ചെയ്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ എൻ്റെ ചെറിയ മോക്ക് കൂടുതലായിട്ടും വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്ത് കൊടുക്കലാണ് പതിവ്. അപ്പൊ അതിനാണ് നമുക്കും ഇങ്ങനെ ആക്കിക്കൂടെ എന്നുള്ള ചിന്ത വന്നത്. പിന്നെ 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ലെഫ്റ്റ് ഓവർ ചിക്കനോ ഇതല്ല വല്ല പ്രോൺസോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ ആക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 2 പൊട്ടാറ്റോ, ഒരു ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ തന്നെ ഫ്രോസൺ ചെയ്ത് എടുത്തതാണ്. ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ച് പിന്നെ ഫ്രോസൺ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ആവശ്യം അപ്പം കുതിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് സോയാബീനും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർത്ത വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതായത് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് മഷ്റൂം, അതല്ലെങ്കിൽ കോളിഫ്ലവർ, ഇതൊക്കെ ആഡ് ചെയ്തതിനാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിനകത്തേക്ക് അരി ചേർക്കുകയാണ്. അരി ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച് പിന്നെ സ്ട്രെയിനറിലിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. എല്ലാ ഏരിയാസിലേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ
മസ്റ്റായിട്ട് ആഡ് ചെയ്തോ. പൈനാപ്പിൾ ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവർക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ അതില്ലവരെന്തായാലും മറക്കാതെ ആഡ് ചെയ്തോ. ഇനി ഇതിനകത്തേക്ക് നല്ല ചൂട് വെള്ളം, ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടില്ല. അപ്പോൾ ഒരു 3.25 കപ്പ് അങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആൻഡ് ഓൾവേസ് ചെക്ക് ദ സോൾട്ട്. കാരണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴേ കുറവാണെന്നുണ്ടെങ്കിൽ റൈസ് റെഡിയായി വരുമ്പം തീരെ ഉപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഒരു പിടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവണം. എനിക്ക് ഉപ്പ് നല്ല കുറവാണ്. പിന്നെ ഞാൻ വീണ്ടും ആഡ് ചെയ്യുമെന്ന്. ഇതെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിന് അതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് 1 പോട്ട് റെസിപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ സോയാബീൻ ചേർത്ത്, നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ മോസ്റ്റ്ലി സാധനങ്ങളെല്ലാം തീരുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കാറ് ഈ ഒരു ടൈപ്പ് റൈസാണ്. പിന്നെ എരിവും കാര്യങ്ങളെന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഞാനിവിടെ ചെറിയ മോക്കും കൂടി കൊടുക്കാനില്ലതുകൊണ്ടും എൻ്റെ വലിയ മോക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതിൽ ഒരൊറ്റൊരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. സോ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച്, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് കുക്കറിൻ്റെ മൂടി വിസിലില്ലാതെ ഇതിൻ്റെ അടപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്ന് അടപ്പിടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അടപ്പിടാം. സോ ഇതിപ്പോൾ അടച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുമെന്ന്. ലോ ഫ്ലെയിം ഇപ്പോൾ ഇല്ല, ടൈം നോക്കാം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. എഗെയിൻ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പറഞ്ഞ ടൈം പറഞ്ഞതുപോലെ വെച്ചാൽ നല്ല സൂപ്പർ റൈസ് ആയിട്ടുണ്ട്. റൈസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കില്ലു. അപ്പോൾ നമ്മൾ റൈസ് നമുക്ക് ജസ്റ്റ് സെർവ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ മുന്തിരി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉള്ളിയും റോസ്റ്റ് ചെയ്തിടാം. പക്ഷേ എനിക്ക് ഉള്ളീൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇതിനകത്ത് ഇട്ടിട്ടില്ല. സോ ഇപ്പോൾ ഇത്രയും മസ്റ്റ് ട്രൈ ചെയ്യാം. സൂപ്പർ റൈസാണ്, ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഉണ്ടാക്കി തന്നെ ട്രൈ ചെയ്യണം. ഇത് കടയിൽ നിന്നൊന്നും കിട്ടാത്ത നല്ലൊരു ചോറാണ്. ബൈ.